എല്ലാ വർഷവും ഇതുപോലുള്ള ആഘോഷ പരിപാടികളിൽ അല്ലെങ്കിൽ ലൈബ്രറിയുടെ ചെറുതും വലുതുമായ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ്. അപ്പോൾ എല്ലാ ആഘോഷങ്ങളും അതിൻ്റേതായ ഏറ്റവും അർത്ഥവത്തായി തന്നെ നമ്മുടെ ഈ ലൈബ്രറി ഈ നാടിൻ്റെ പരിച്ഛേദമെന്ന് പറയാൻ കഴിയുന്ന നിലയിൽ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരു സാംസ്കാരിക കേന്ദ്രം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സ്ഥാപനം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ നാടിൻ്റെ പൊതുവായ എല്ലാ വിഷയങ്ങളിലും വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലൊക്കെ വളരെ സജീവമായി നമ്മുടെ ഈ ലൈബ്രറി ഇടപെടുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ നിരവധിയായിട്ടുള്ള ഇത് വെറും ഒരു സാംസ്കാരിക സമ്മേളനം എന്നുള്ളതിനപ്പുറത്ത് നിരവധിയായിട്ടുള്ള ഇവിടെ ആദരവ് നമ്മുടെ വിവിധ മേഖലകളിൽ അവരുടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോതമംഗലത്തിന്റെ സാംസ്കാരിക പ്രവർത്തന രംഗത്തെ ഒരു നിറഞ്ഞ സാന്നിധ്യമാണ് കുര്യാക്കോസ് സാറ്. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാ പരിപാടികളിലും ഇവിടെ എത്തിച്ചേർന്ന് മികവുറ്റ വാക്കുകളിലൂടെ നമ്മുടെ സാംസ്കാരിക മേഖലയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന എനിക്ക് അവരോടായി ശ്രദ്ധിക്കാനുള്ളത് ഒരു പുതിയ കാഴ്ചപ്പാട് ഉണ്ടാകുന്നത്. നമ്മൾ കാർക്കശ്യം കൂടുമ്പോൾ കുറെ പേർക്കൊക്കെ അത് പ്രയോജനപ്പെടും. കുറെ ലൈബ്രറികളും നല്ല രീതിയിൽ വരും. എന്നാൽ ബഹുഭൂരിപക്ഷം ലൈബ്രറികളും കൃത്യമായ മാർഗരേഖകളിൽ നിന്ന് വ്യതിചലിച്ച് പ്രവർത്തിക്കുന്നവരാണ്. നമുക്ക് കേരളത്തിലുള്ള എല്ലാവരെയും പങ്കുവെക്കലുകൾ അത് കൂടുതലായിട്ട് ഉണ്ടാകണമെന്നുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിൻ്റെ സമാധാനത്തിന്, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ലോകം ഇന്ന് യുദ്ധഭീതിയിലാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, പലസ്തീനയിലും യുക്രൈനിലും ഇസ്രയേലിലും ഗാസയിലും ഒക്കെയുള്ള ആളുകൾ അവർ ഉറ്റവരെയും ഉടവരെയും എല്ലാം നഷ്ടപ്പെട്ട്, ജീവിതത്തിൽ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ട് പ്രാണഭീതി കൊണ്ട് പലായനം ചെയ്യുമ്പോൾ അവിടെ എന്ത് സമാധാനമുള്ളത്? അവർക്ക് എന്ത് ക്രിസ്മസ് ആണ്? ഇനി ഭാവിയിൽ ഒരു ക്രിസ്മസ് എന്ന സന്തോഷ ചിന്ത പോലും അവർക്കുണ്ടാവാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഈ ലോകത്തെ ദുരിതപൂർണമാക്കുന്ന ഇത്തരം യുദ്ധത്തെയും ഭീകരവാദത്തെയും വർഗീയ ചിന്തയെയും അശാന്തിയെയും അതിൻ്റെയൊക്കെ വിത്ത് വിതയ്ക്കുന്നവരെയൊക്കെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ ലോകം ശ്രീ അഡ്വക്കേറ്റ് അനിൽ, ശ്രീ ലൈബ്രറി സെക്രട്ടറി ശ്രീ മനോജ് നാരായണൻ, പ്രിയപ്പെട്ട എൻ്റെ മറ്റൊരു സഹോദരൻ, അവരുടെ ദാരിദ്ര്യം പരിഹരിക്കാൻ മുൻകൈ എടുത്തുകൊണ്ടാണ് മുഹമ്മദ് യൂനുസിന് ചരിത്രത്തിലാദ്യമായി ദാരിദ്ര്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നോബൽ സമ്മാനം കൊടുത്തത്. അപ്പം അതിനകത്തൊരു കാര്യമുണ്ട്. എന്താ കാര്യം? ദാരിദ്ര്യമുള്ളിടത്ത്, പ്രയാസമുള്ളിടത്ത്, കഷ്ടപ്പാടുള്ളിടത്ത് സമാധാനം ഒരിക്കലും ഉണ്ടാവില്ല. രാൻകുട്ടി ചേച്ചി 2 യുദ്ധങ്ങളുടെ കാര്യം പറഞ്ഞു. അതിലൊന്ന് ഉക്രൈനാണ്, മറ്റൊന്ന് പാലസ്തീനാണ്. അവിടെ നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം എത്ര കഷ്ടപ്പെട്ടാണ് പാലസ്തീന ജനങ്ങൾ താമസിക്കുന്നത്. അവരുടെ ഓരോ മുഖവും 2 ദിവസം പാലസ്തീനിലെ ജനങ്ങളോടൊപ്പം താമസിക്കാൻ പറ്റിയപ്പോൾ അവരുടെ മുഖം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ഞങ്ങളോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും അതുപോലെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതിന് ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം ഇന്നിവിടെ ഒട്ടനവധി പരിപാടികൾ നടക്കുകയും കലാകായിക മത്സരങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമായ കുട്ടികളുണ്ട്. കൂടാതെ കർഷക സുഹൃത്തുക്കളുണ്ട്. കൂടാതെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടിയുണ്ട്. എല്ലാവരെയും അഭിനന്ദിക്കുന്നതിനും അവർക്ക് കൂടുതൽ ശോഭനമായ ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. കൂടാതെ നമുക്കറിയുന്ന ഇവിടെ നമുക്ക് വളരെ മനോഹരമായി ക്ലാസ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിദ്ദിഖ് സാറ് അംബേദ്കർ അവാർഡ് കിട്ടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് നല്ല ക്ലാസ് പ്രതീക്ഷിക്കാൻ കാരണം നമ്മുടെ ലൈബ്രറിയോട് അനുബന്ധിച്ച് ഈ പ്രദേശങ്ങളിൽ എത്തിക്കുന്ന എല്ലാവർക്കും 2024 നമുക്കറിയാം കുറേ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം മാറി മുറ്റത്ത് വരെ വന്ന് കയറി കയറണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിന്ന് തുടങ്ങി. അപ്പൊ നമ്മുടെ മക്കൾ ഒന്ന് കൈ ഇങ്ങനെ കാണിച്ചാൽ വീടിനകത്തേക്ക് കയറും. മക്കളെ മാത്രം കുറ്റപ്പെടുത്തിയ കാര്യമില്ല, ചില അച്ഛന്മാരും അങ്ങനെ തന്നെയാണ്. പല മക്കളും ഈ മോശം അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം ഞാൻ സർവേയിലൂടെയും പല ക്ലാസ്സിലൂടെയും ഞാൻ കേട്ട കാര്യം എന്ന് പറഞ്ഞാൽ, പല കുട്ടികളുടെ അനുഭവം കൊണ്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പിതാക്കന്മാർ തന്നെയാണ് ഒരു പരിധി വരെ. കാരണം നമ്മളൊരു കാര്യം ഒരാളോട് ചെയ്യരുതെന്ന് പറയുമ്പോൾ, ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചെയ്യരുതെന്ന് പറയുമ്പോൾ അത് പറയാനുള്ള ഒരു മിനിമം യോഗ്യത എനിക്കുണ്ടായിരിക്കണം. ആ യോഗ്യതയുള്ള എത്ര മാതാപിതാക്കൾ വീട്ടിലുണ്ടെന്ന് ആദ്യം ചിന്തിക്കാം.
നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊടുത്തുള്ളോരാ ചേലൊക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി കൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ തളരാതെ ഓമൽ ചിരിയോടെ. Hola